എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാർച്ച് 3-ാം തീയതി ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാല ഇടാനായിട്ട് മനസ്സും ശരീരവും ശുദ്ധിയാക്കി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്ന ദിവസം. ഈ ഒരു ദിവസത്തില് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒന്നാണ് പാൽപായസം. ഈ ഒരു പാൽപായസം നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ മനസ്സിലെ ഓരോ ആഗ്രഹവും ഒരു തടസ്സവുമില്ലാതെ നടന്നു കിട്ടാനായിട്ട് നമ്മൾ നേരുന്ന ഒരു നേർച്ചയാണ് വെള്ള നിവേദ്യം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വെള്ള നിവേദ്യമാണ്. നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഇനി നമുക്ക് വെള്ള നൈവേദ്യം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവില് പുന്നല്ലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പായസം വെക്കുന്ന അരിയാണ്. അതുപോലെ പൊങ്കാലയൊക്കെ തയ്യാറാക്കുന്നതും ഈ ഒരു അരി വെച്ചിട്ട് തന്നെയാണ്. ഇനി നമുക്ക് ഈ അരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ അരി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുതിർത്താനായിട്ട് വെച്ചു കൊടുക്കാം. അരി കുതിർത്തിയെടുക്കുന്നത് എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം കുതിർത്തിയ അരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അരി വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ആറ്റുകാലമ്മയ്ക്ക് ഈ ഒരു നിവേദ്യം നമ്മൾ തയ്യാറാക്കുമ്പോൾ മൺകലത്തിലാണ് തയ്യാറാക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ കാണിച്ചു തരുന്നത് കൊണ്ടും ഓട്ടുരുളിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉരുളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചുള്ള അരി വാരി ചേർത്ത് കൊടുക്കാം. അരി വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ ഇതുപോലെ 3 തവണ ഉടിഞ്ഞു വേണം, ദേവിയെ പ്രാർത്ഥിച്ച് വേണം അരി നമുക്ക് വെള്ളത്തിലേക്ക് ചേർക്കാനായിട്ട്. വെള്ള നിവേദ്യം തയ്യാറാക്കുന്നത് കാര്യസിദ്ധിക്ക്, നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ നേരുന്ന വഴിപാടാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാനായിട്ട് പ്രാർത്ഥനയും നോൻപോടുകൂടി തന്നെ തയ്യാറാക്കുന്ന ഒന്നാണ് കേട്ടോ. അങ്ങനെ അരി മുഴുവനും വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോ അരി ഒന്ന് തിളച്ചു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ അരി വേവാനായിട്ട് ഒന്ന് മൂടിയൊന്നും വെച്ച് കൊടുക്കരുത്. നമ്മളിതുപോലെ തുറന്നു വെച്ച് തന്നെയാണ് അരി വേവിച്ചെടുക്കുന്നതും. ഇപ്പോൾ നമ്മുടെ അരിയിലെ വെള്ളം മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1/2 ലിറ്റർ പാല് ആദ്യമേ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിൽ കിടന്ന് വേണം പായസത്തിന്റെ അരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. പാല് ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും പാലിൽ കിടന്ന് അരി ഒന്ന് തിളച്ചു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരി തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ കൽക്കണ്ടമോ ചേർക്കാവുന്നതാണ്. പാലിൽ കിടന്ന് അരി നല്ലതായിട്ട് തന്നെ തിളച്ച് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അരി നന്നായിട്ട് തിളച്ച് തൂവിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പാല് മുഴുവനും വറ്റിയും വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 100 ഗ്രാം അളവില് കൽക്കണ്ടമാണ് ചേർക്കുന്നത്. മധുരം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. കറക്റ്റ് ആയിട്ടുള്ളൊരു മധുരമാണെങ്കിൽ 250 ഗ്രാം അളവിൽ തന്നെ മധുരം ചേർക്കണം. ഇപ്പൊ വളരെ കുറച്ച് മധുരത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. വീണ്ടും നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കൽക്കണ്ടമൊക്കെ ചേർന്നിട്ട് വീണ്ടും നമ്മുടെ വെള്ളപ്പായസം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പാലൊന്ന് ചേർത്ത് കൊടുക്കാം. അരി ആയതുകൊണ്ട് ചൂടാറി വരുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് വരും. നമുക്ക് ഈ വെള്ളപ്പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് 1 ലിറ്റർ പാലാണ് ആവശ്യമായിട്ട് വരിക. ഇനിയിപ്പോൾ പാലും കൂടി ചേർത്ത് ഒന്നുകൂടെ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പായസം തിളച്ചു തുടങ്ങിയാൽ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം. ഏലക്കയും ചുക്കും കൂടി ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആറ്റുകാലമ്മയ്ക്ക് ഈ ഒരു പൊങ്കാല നാളില് ഒരുപാട് പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കുന്ന വെള്ളപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു പൊങ്കാല നാളില് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പേജിലൂടെ ഞാൻ പൊങ്കാല വിഭവങ്ങൾ എല്ലാം തന്നെയും കാണിച്ചു തന്നിട്ടുണ്ട്. ഈ വർഷം പൊങ്കാല ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന നേരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.